ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയാകുന്ന വചനത്തിലേക്ക്, ഈശോയുടെ തിരുവചനത്തിലേക്ക് നമ്മളെ ക്ഷണിച്ച ഈശോയ്ക്ക് നന്ദി പറയാം. സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഈശോയുടെ വചനം കേട്ട് ഈശോയിലേക്ക് വന്ന ഒരു കൂട്ടം വിശ്വാസികൾ, അവർ വചനം പറയുന്നത് പ്രകാരം താല്പര്യപൂർവം, വളരെ താല്പര്യപൂർവം വചന ശുശ്രൂഷയിൽ, അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളിൽ, പ്രാർത്ഥന, അപ്പം മുറിക്കൽ, കൂട്ടായ്മ ഇവയിലെല്ലാം പങ്കുചേർന്നു. താല്പര്യപൂർവം സദാ ദൈവിക കാര്യങ്ങളിൽ വ്യാപരിക്കുകയും വചനത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നതാണ് വിശ്വാസികളുടെ കൂട്ടായ്മയുടെ ബലം. നമുക്ക് ഒരു നിമിഷം ഈ വചന ശുശ്രൂഷയുടെ അഭിഷേകത്തിന് വേണ്ടി, വചനം ഹൃദയത്തിൽ നിറയുവാൻ വേണ്ടി, വചനത്തിൻ്റെ അഭിഷേകം ആത്മാവിൽ മുളപൊട്ടി നമുക്ക് ഫലം ചൂടുന്ന ജീവിതമായി മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ആദിമ ക്രൈസ്തവ സമൂഹത്തെ അങ്ങ് വചനത്താൽ വളർത്തിയതുപോലെ, വചനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ തക്ക വിധം അവരുടെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നതുപോലെ ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയങ്ങളെയും തുറക്കണമേ. നല്ലവനായ സർവശക്തനായ ദൈവമേ, ഈശോയെ, പരിശുദ്ധാത്മാവിനെ ഈ നിമിഷം ഞങ്ങളുടെ മേൽ അയക്കണമേ. പത്രോസ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 14-ാമത്തെ അധ്യായത്തിൻ്റെ 22 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ വചനം പറയുകയാണ്, ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. വീണ്ടും വചനം പറയുകയാണ്, അവർ ജനക്കൂട്ടത്തെ പിരിച്ചു വിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറി. രാത്രി ആയപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. പലവട്ടം നമ്മൾ കേട്ടിട്ടുള്ള വചനമാണല്ലോ. ഈ വചനം കേൾക്കുമ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ എൻ്റെ മനസ്സിലൊരു ചിന്ത വരുമായിരുന്നു. എന്തുകൊണ്ടാണ് അത്രയും നാൾ, അത്രയും നേരം ഈശോയുടെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഈ ശിഷ്യന്മാർ ആ വഞ്ചിയിൽ കയറിയപ്പോൾ അവർക്കെതിരെ ഒരു കാറ്റാഞ്ഞടിച്ചത്? എന്തുകൊണ്ടാണ് അവരുടെ കഴിഞ്ഞ കാലത്തിൽ ഈശോയോട് ചേർന്ന് നിന്ന ആ ശുശ്രൂഷകൾക്ക് ഒരു പ്രതികൂല സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രസകരമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തരും. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമല്ലേ ഇത്? കർത്താവേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കൊടുങ്കാറ്റുകൾ? നമ്മുടെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കണം. വിശുദ്ധ ബൈബിളിൽ ധാരാളം ഇടങ്ങളിൽ ഇതുപോലുള്ള ചില പ്രതികൂലങ്ങളെക്കുറിച്ച്, കൊടുങ്കാറ്റുകളെക്കുറിച്ച് സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ പ്രതികൂലങ്ങളുണ്ടായത്, അല്ലെങ്കിൽ കൊടുങ്കാറ്റുണ്ടായതെന്ന് നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ ഈശോ ഓർമ്മിപ്പിച്ചു തരുന്ന ഒരു വചനമുണ്ട്. ആ വചനം ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഇവിടെ പറയുകയാണ്, ഈശോ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു. എന്നാൽ ശിഷ്യന്മാർ വഞ്ചിയിൽ കയറി വഞ്ചി ഏറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. കരയിൽ നിന്ന് ഏറെ ദൂരം കടന്നുപോയി. പലപ്പോഴും ഈ ദൂരത്തെക്കുറിച്ച് സുവിശേഷത്തിൽ പറയുമ്പോഴേ ഈ ദൂരം കൃത്യമായിട്ട് ചിലയിടങ്ങളിൽ പറയാറുണ്ട്. ഒലിവ് മലയിൽ നിന്ന്, ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്ത് ഒലിവ് മലയിൽ നിന്ന് അവർ പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോയ ആ സെഹിയോനിലേക്ക് ഒരു സാപത്ത് ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജെറുസലേമിൽ നിന്ന് പോയ 2 ശിഷ്യന്മാരുണ്ടല്ലോ എമൗസിലേക്ക്, അതിനെ കൃത്യം അളവ് പറഞ്ഞിരിക്കുകയാണ്, ഏകദേശം 60 സ്താദിയോ. അങ്ങനെ സുവിശേഷങ്ങൾ ചിലയിടങ്ങളിൽ കൃത്യമായി ദൂരം പറയുമ്പോൾ ഇവിടെ ദൂരം പറയാതെ ഒരു വചനം നമ്മളോട് പറയണേ, ഏറെ ദൂരം. എന്തുകൊണ്ടാണ് വഞ്ചിക്ക് ഇത്രമാത്രം കാറ്റിൻ്റെ പ്രതികൂലങ്ങൾ ഉണ്ടായത് എന്നതിന് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, ഈ വഞ്ചിയിലുള്ള ശിഷ്യന്മാരും ക്രിസ്തുവിൻ്റെ കരയിൽ നിന്ന് ഏറെ ദൂരം, എത്ര ദൂരമെന്നില്ല, 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 60 സ്താദിയോൺ, അങ്ങനെയല്ല. ഇത് ഓരോരുത്തരും സ്വന്തം കണ്ടുപിടിക്കേണ്ട ഒരു ദൂരമാണ്.
ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തു ഇരിക്കുന്ന കരയിൽ നിന്ന്, ക്രിസ്തു ഇരിക്കുന്ന മലമുകളിൽ നിന്ന് എത്ര ദൂരം നമ്മൾ പോകുന്നോ അത്രയും ശക്തമായിരിക്കും ഈ കൊടുങ്കാറ്റ് എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതിന് സമാന്തരമല്ല, പക്ഷേ ഇതിന് സമാനമായ മറ്റൊരു സംഭവം പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ കൊടുങ്കാറ്റിനെ ഈശോ ശാന്തമാക്കുന്ന, അതുപോലെ കടലിനെ ശാന്തമാക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ. അവിടെ എങ്ങനെയാണ് പറയുന്നത്? ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി, നമുക്ക് തടാകത്തിന് മറുകരയിലേക്ക് പോകാം എന്ന് ഈശോ അവരോട് പറഞ്ഞു. സത്യത്തിൽ ഈശോ തന്നെയാണ് അവരോട് പറഞ്ഞത്, നമുക്ക് തടാകത്തിന് അക്കരയ്ക്ക് പോകാം. ഈശോയാണ് അവരെ വഞ്ചിയിൽ കയറ്റിയത്. നേരത്തെ സംഭവത്തിലും ഈശോ തന്നെയാണ് അവരെ വഞ്ചിയിലേക്ക് കയറി പോകുവാൻ വേണ്ടി നിർബന്ധിച്ചത്. പക്ഷേ ഇവിടെയും ഈ 2-ാമത്തെ സംഭവത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിലെ ഈ സംഭവത്തിലും നമ്മൾ കാണുന്നത് അവിടെയും മറ്റൊരു കൊടുങ്കാറ്റ്. ഇത് രണ്ടും ഒരേ സംഭവങ്ങളല്ല, രണ്ടും രണ്ട് സംഭവങ്ങളാണ്. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം സഹോദരങ്ങളെ, ഇവിടെ രണ്ടിടത്ത് ഈശോ അവരുടെ കൂടെ നിന്ന് അവർക്ക് ഈശോ പ്രചോദനം കൊടുക്കുന്നു. എന്നിട്ട് പോലും അവർ പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരികയാണ്. ഇവിടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. 23-ാമത്തെ തിരുവചനം എങ്ങനെയാണ് പറയുന്നത്? അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടായത്? ആദ്യത്തെ സംഭവത്തിൽ ഈശോ മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശിഷ്യന്മാരിങ്ങനെ ദൂരെ അകന്നു പോവുകയാണ്, ഏറെ ദൂരം. എത്ര ദൂരം പോകുന്നോ കാറ്റ് ശക്തമാവുകയാണ്. ഈ 2-ാമത്തെ സംഭവത്തിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ സത്യത്തിൽ ഈശോ തന്നെ അവരുടെ കൂടെയുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയല്ലേ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടെടുത്ത തീരുമാനങ്ങൾ. ചിലപ്പോൾ നമ്മൾ പോയി ചില വ്യക്തികളോട് ചോദിച്ച് പ്രാർത്ഥിച്ച്, കൗൺസിലേഴ്സിനോടോ അച്ഛന്മാരോടോ ഒക്കെ ചോദിച്ച് പ്രാർത്ഥിച്ച് എടുത്ത തീരുമാനങ്ങൾ. അത്തരം തീരുമാനങ്ങളുടെ ചില ദശാസന്ധികളിൽ നമുക്ക് ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പകച്ചു പോകാറില്ലേ? എന്തുകൊണ്ട് എനിക്കിത് കർത്താവേ എന്ന് ചോദിക്കാറില്ലേ? ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെ നമ്മൾ ശ്രദ്ധാപൂർവം വിവേചിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നതെന്ന് ആത്മശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുമായി ചേർത്ത് ചിന്തിക്കുവാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യോനാ പ്രവാചകനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുവചനം. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ വചനം എങ്ങനെയാണ് പറയുന്നത്? കർത്താവ് ആ കടലിലേക്ക് ഒരു കൊടുങ്കാറ്റയച്ചു. കർത്താവ് കൊടുങ്കാറ്റയക്കുമോ? പക്ഷെ അവിടെ വചനം പറയുകയാണ്, ഈ യോനാ പ്രവാചകൻ കയറിയ കപ്പലിനെ ആടി ഉലയത്തക്ക വിധം, അവരെ ഭയപ്പെടുത്തക്ക രീതിയിൽ കർത്താവ് ഒരു കൊടുങ്കാറ്റയച്ചു. ഈ കൊടുങ്കാറ്റിൻ്റെ കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. കാറ്റെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് യോനാ പ്രവാചകന് ഈ കൊടുങ്കാറ്റിനെ നേരിടേണ്ടതായിട്ട് വന്നു? സഹോദരങ്ങൾ, നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന്, ദൈവത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്ന്, കർത്താവ് കൽപ്പിച്ച വഴികളിൽ നിന്ന് യോനാ പ്രവാചകനൊരു ഒളിച്ചോട്ടം നടത്തുകയായിരുന്നു. കർത്താവിൽ നിന്ന് ദൂരെ പോകുവാൻ യോന ആഗ്രഹിച്ചതിന് പ്രകാരം യോന സത്യത്തിൽ അവൻ നീതിമാനാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ? അവിടെ വചനം പറയുന്നത് യോന ടിക്കറ്റ് എടുത്ത് യാത്രാക്കൂലി കൊടുത്ത് കപ്പലിൽ കയറിയെന്നാണ്. അക്രമിയും അധാർമികനൊന്നും ആയിരുന്നില്ല യോന. നല്ല മനുഷ്യൻ, വിശുദ്ധനായ നീതിമാനായ മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ നീതിക്കും അപ്പുറത്തേക്ക് അദ്ദേഹം ദൈവത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം നടത്തി, ഒരു അകൽച്ച. ദൈവത്തിൽ നിന്ന് അകലുന്നതനുസരിച്ച് ഒരു കൊടുങ്കാറ്റ് അവനെ പിടികൂടുകയാണ്. അവനെ ആകപ്പാടെ അവൻ്റെ ജീവിതത്തെ മുഴുവൻ താറുമാറാക്കുന്ന രീതിയിൽ അവനെ പിടിച്ച് കടലിലെറിയാൻ തക്ക വിധം ആ കൊടുങ്കാറ്റ് ആ കപ്പലിനെ ഉലച്ച് കളയുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ അനേക പ്രതിസന്ധികളിൽ, ഒത്തിരി വിഷമസന്ധികളിൽ, വ്യത്യസ്തങ്ങളായ ഒരുപക്ഷെ നമ്മൾ തകർച്ച എന്ന് വിളിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, കർത്താവിൽ നിന്ന് നമ്മൾ എത്ര ദൂരെയാണ്, അഥവാ കർത്താവിനോട് നമ്മൾ എത്ര അടുത്താണ്? നിങ്ങൾ തന്നെ കേട്ടിട്ടില്ലേ? ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ അനേക വ്യക്തികളിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? അച്ഛാ, ഈശോ ഈ ഒരു കഷ്ടപ്പാട്, ഈ ഒരു പ്രതിസന്ധി, ഈ ഒരു കൊടുങ്കാറ്റ് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ആകെ തകർന്നു പോയേനെ. ഞാൻ ഒരു പക്ഷേ ഇപ്പോൾ ആയിരിക്കുന്ന ഒരു ആത്മീയ സ്ഥിതിയിലേക്ക് എത്തുവാൻ സാധിക്കാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി പോയേനെ.
അങ്ങനെ ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ചില കടബാധ്യതകളാണ് അവരെ ഈശോയിലേക്ക് കൊണ്ടുവന്നത്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില രോഗങ്ങളാണ് അവരെ ഈശോയിലേക്ക് കൊണ്ടുവന്നത്. മറ്റു ചിലർ പറയുന്നത് അവരുടെ കുടുംബത്തിൽ ഒരു പക്ഷേ വൈകല്യമുള്ളൊരു കുഞ്ഞ് ജനിച്ചത് കൊണ്ടാണ് അവർക്ക് ഈശോയെ കൂടുതൽ അറിയാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ദൈവം അയക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്, അഥവാ ദൈവം അനുവദിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ദൈവശാസ്ത്രപരമായി കുറച്ചും കൂടെ നല്ലതും ശരിയും. എന്തുകൊണ്ടാണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ കൊടുങ്കാറ്റുകളെ അനുവദിക്കുന്നത്, അഥവാ തകർച്ചകളെയും പ്രതിസന്ധികളെയും അനുവദിക്കുന്നത് എന്നാണ് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കാരുണ്യമാണ്, ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ കരുണയാണ് നമ്മളെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അത് നമ്മളോടുള്ള കർത്താവിൻ്റെ പ്രതികാര ബുദ്ധിയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മക്കബായർക്ക് എഴുതിയ മക്കബായരുടെ പുസ്തകത്തിൽ, രണ്ടാമത്തെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ മക്കബായരുടെ പുസ്തകം തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അത് വലിയ പ്രതിസന്ധികൾ, മതപീഡനം, വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലേക്കാണ് ഈ പുസ്തകങ്ങൾ എഴുതപ്പെടുന്നത്. എന്നിട്ട് അവർക്ക് പ്രത്യാശ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ പുസ്തകം. അവിടെ എങ്ങനെയാണ് ദൈവം ഇടപെട്ടത് എന്നവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മക്കബായരുടെ പുസ്തകം അവിടെ എഴുതപ്പെടുന്നത്. അവിടെ ഒരു വചനം ഇങ്ങനെയാണ്, 2 മക്കബായർ 6:15-16 തിരുവചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: നമ്മൾ പാപപാരമ്യത്തിലെത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് വിവിധങ്ങളായ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുകയാണ്. എന്തിനു വേണ്ടി? പാപത്തിൻ്റെ പാരമ്യത്തിൽ നമ്മളെത്തി നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ സ്വന്തമായി ആത്മാവിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി ജീവിച്ച് സ്വർഗം നോക്കി ജീവിക്കണം, സ്വർഗത്തിലെത്താൻ വേണ്ടി ഇഹലോക ജീവിതത്തെ ക്രമീകരിക്കണം എന്നതാണ് സത്യത്തിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആഗ്രഹം, പിതാവിൻ്റെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന്, ദൈവിക സാന്നിധ്യത്തിൽ നിന്ന്, ദൈവശക്തിയിൽ നിന്ന്, ദൈവാശ്രയത്തിൽ നിന്നൊക്കെ അകന്നു പോകുമ്പോൾ അത് നമ്മൾ അകന്നാടിരിക്കുന്നെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില ദൈവിക ഇടപെടലുകളായി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള വേദനകൾ സംഭവിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. പാപ പാരമ്യത്തിലെത്തി പ്രതികാരത്തിന് പാത്രമാകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവിടുന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും പിൻവലിക്കുകയില്ല. നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായി എന്നതുകൊണ്ട് നമ്മൾ ദൈവ കാരുണ്യത്തിന് അർഹരല്ല എന്നോ ദൈവം നമ്മളോട് പ്രതികാരം ചെയ്യുകയാണോ എന്നോ തെറ്റിദ്ധരിക്കുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന അരൂപികളും ഈ ലോകത്തിലുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, സർവശക്തനായ ഈശോ തൻ്റെ അനന്ത കാരുണ്യത്തിൽ നിന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില കൊടുങ്കാറ്റുകളൊക്കെ സത്യത്തിൽ കാരുണ്യത്തിൻ്റെ കാറ്റാണ്. അതുകൊണ്ടാണ് ഞാനതിനെ പരിശുദ്ധാത്മാവ് എന്നുകൂടി കൂട്ടി യോജിപ്പിക്കാൻ പരിശ്രമിച്ചത്. കാരണം കാറ്റ് എന്ന് പറയുമ്പോൾ കൊടുങ്കാറ്റ് എന്ന് പറയുമ്പോൾ നാശത്തിൻ്റെ ഒരു അടയാളം പോലെ നമുക്ക് തോന്നുമായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് എപ്പോഴും കാരുണ്യത്തിൻ്റെ, സഹാനുഭൂതിയുടെ ഒരു അനുഭവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ തുടർന്ന് പറയുകയാണ്, വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും, വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നു എങ്കിലും അവിടുന്ന് സ്വജനത്തെ കൈവിടുന്നില്ല. വിപത്തുകൾ കൊണ്ട് ശിക്ഷണം നൽകുന്നു. സത്യത്തിൽ നമ്മൾ കർത്താവിൽ നിന്ന് അകന്നുപോയി പാപപാരമ്യത്തിൽ എത്തി നശിക്കാതിരിക്കുവാൻ ചില പ്രതിസന്ധികൾ ദൈവം അനുവദിച്ച് നമ്മൾക്ക് ശിക്ഷണം നൽകുകയാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് തരികയാണ്. ഇതാണ് കർത്താവിൻ്റെ കൊടുങ്കാറ്റുകളുടെ ഇടപെടലുകൾ. അത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ 36-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8 മുതലുള്ള തിരുവചനങ്ങൾ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. അവൻ ചങ്ങലകളാൽ ബന്ധിക്കുകയും പീഡാപാശങ്ങളിൽ കുടുങ്ങുകയും ചെയ്യുമ്പോൾ അവിടുന്ന് അവരുടെ പ്രവൃത്തികളും അഹങ്കാര നിമിത്തമുണ്ടായ പാപങ്ങളും അവർക്ക് വെളിപ്പെടുത്തുന്നു. ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുക, പീഡാപാശങ്ങളിൽ കുടുങ്ങുക, പീഡയുടെ, വേദനകളുടെ, തകർച്ചയുടെ, രോഗങ്ങളുടെയൊക്കെ വലിയ ഊരാക്കുടുക്കുകളിൽ പെടുമ്പോൾ കർത്താവ് കാണിക്കുന്ന ഒരു കാരുണ്യമുണ്ട്. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ അഹങ്കാര നിമിത്തമുണ്ടായ നിന്റെ പാപങ്ങൾ, നിന്റെ പഴയകാല ജീവിതത്തിൻ്റെ ദൈവനിഷേധം അഥവാ ദൈവത്തെ അറിയാത്ത, ദൈവത്തെ ഗൗനിക്കാത്ത ജീവിതശൈലികൾ, ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ജീവിതശൈലികൾ, ഇതിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ കർത്താവ് തരികയാണ്. വീണ്ടും വചനം തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഓർമ്മപ്പെടുത്തലുകളിലൂടെ കർത്താവ് നമ്മളോട്
നമ്മുടെ പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഉൾവിളിയും തരികയാണ്. അതാണ് 10 മുതലുള്ള തിരുവചനങ്ങൾ. അവിടുന്ന് പ്രബോധനത്തിന് അവരുടെ ചെവി തുറക്കുകയും അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ, വേദനകളും ഞെരുക്കങ്ങളും ഉണ്ടാകുമ്പോൾ കർത്താവ് നമ്മളുടെ ഹൃദയങ്ങളെ തുറക്കും, ചെവി തുറക്കും. പ്രബോധനത്തിന് വേണ്ടി നമ്മുടെ ചെവി തുറന്നു തരും. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ഒരു മെൻ്റൽ ഡിസ്പൊസിഷൻ, ഒരു മാനസിക അവസ്ഥ കർത്താവ് നമുക്ക് തരും. അനേകരുടെ ജീവിത സാക്ഷ്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഈശോ കാണിക്കുന്ന കാരുണ്യമാണത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. പ്രബോധനത്തിന് ചെവി തുറന്നു കഴിയുമ്പോൾ അനേകർക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ഒരു ആത്മസ്ഥിതി ഉണ്ടാകുക. അതുവരെ അഹങ്കാരം, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലുതെന്ന് ചിന്തിച്ച് ലോകത്തിൻ്റെ പിന്നാലെ പരക്കം പായുന്ന മനുഷ്യൻ ഈ ലോകം വട്ടപൂജ്യമാണെന്ന് മനസ്സിലാക്കുകയാണ്. ഈ ലോകത്തിന് അവന് വേണ്ടി വച്ചു നീട്ടാൻ ഒന്നുമില്ല എന്നും ചില പ്രതിസന്ധികളിൽ, ചില കഷ്ടപ്പാടുകളിൽ, ചില രോഗങ്ങളിൽ അവൻ്റെ പണവും പത്രാസും അവൻ്റെ കഴിവും അവൻ്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനങ്ങളും ഒന്നും അവനെ ഒരു വഴിക്കും സഹായിക്കുന്നില്ലെന്ന് അവൻ കാണുമ്പോൾ അവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ അവൻ കർത്താവിനെ വിളിക്കുകയാണ്. ഇതാണ് പ്രബോധനത്തിന് ചെവി തുറക്കുക എന്ന് പറഞ്ഞത്. വീണ്ടും ദൈവത്തിൻ്റെ തിരുവചനം എന്താ പറയുന്നത്? അവിടെ തുടർന്ന് പറയുകയാണ്, അവർ അത് ശ്രവിക്കുകയും അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്താൽ. ദൈവത്തിൻ്റെ പ്രബോധനത്തിന് ചെവി തുറന്ന് അവരത് ശ്രവിക്കുകയും കർത്താവിൻ്റെ വഴികളിലേക്ക് വരികയും ചെയ്താൽ അവരുടെ ദിനങ്ങൾ ഐശ്വര്യത്തിലും വത്സരങ്ങൾ അഭിഷേകത്തിലും ആനന്ദത്തിലും അവസാനിക്കും. അതായത് ജീവിതത്തിൽ കർത്താവിൻ്റെ അടുത്തേക്ക് ഒരു തിരിച്ചുവരവ് നമുക്കുണ്ടായാൽ, നമ്മുടെ ജീവിതത്തെ കണ്ട്, നമ്മുടെ ജീവിതത്തെ ഇവാലുവേറ്റ് ചെയ്ത്, നമ്മൾ ജീവിതത്തിൻ്റെ തെറ്റായ വഴികൾ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ വഴികളെ തിരിച്ചറിഞ്ഞു വന്നാൽ നമുക്ക് കർത്താവ് പറയുകയാണ്, ഐശ്വര്യമുണ്ടാവും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നമ്മൾ തകർച്ചയായി കാണാതെ അത് കർത്താവിൻ്റെ ഒരു ഉൾവിളിയായി, പ്രചോദനമായി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാറ്റായി നമ്മൾ കണ്ടാൽ സഹോദരങ്ങളെ, അത് നമുക്ക് അനുഗ്രഹമായി തീരും. ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, യൂദത്തിൻ്റെ പുസ്തകത്തിൽ രസകരമായ ഒരു വചനമുണ്ട്. അത് നമ്മളുടെ ആത്മാവിന് പ്രചോദനം തരുന്ന വചനമാണ്. തന്നോട് അടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയിലാണ്. അതായത് തിരിച്ചു വരാനുള്ളൊരു ഉൾവിളിയായിട്ടാണ് കർത്താവ് ചില പ്രഹരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്നത്. അതുകൊണ്ട് ജെറമ്യാ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്. 15-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം. വചനം എങ്ങനെയാണ് പറയുന്നത്? നീ തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ എൻ്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കാം. നീ തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ എൻ്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കാം. അതായത് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ തിരിച്ചു വരണമെന്നാണ്, നശിച്ച് തീരണമെന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ കൊടുങ്കാറ്റ് അനുഭവങ്ങളിൽ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഈശോ നടന്നു ചെല്ലുന്നത് നമ്മൾ കാണുന്നത്. കൊടുങ്കാറ്റിൻ്റെ തിരമാലയുടെ മുകളിൽ കർത്താവ് കാലുവെച്ച് ചവിട്ടി മെതിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് കർത്താവ് ഇറങ്ങി ചെന്നിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. തലയെണ്ണ വെച്ച് കിടന്നുറങ്ങുന്ന ഈശോയെ വിളിച്ചുണർത്തിയപ്പോൾ ഈശോ ചാടി എഴുന്നേറ്റ് അവരെ ശാസിക്കുകയല്ല, മറിച്ച് അവരെ അനുഗ്രഹിക്കുകയാണ്. കാറ്റിനെ ശാസിച്ചു, അവർക്കതൊരു അനുഗ്രഹമാക്കി മാറ്റുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എപ്പോഴാണോ ഉണരുന്നത്, എപ്പോഴാണോ നമ്മുടെ ആത്മാവ് ഉണരുന്നത്, അപ്പോൾ നമ്മൾ കർത്താവിനെ വിളിച്ചാൽ കർത്താവ് അത് നമുക്ക് അനുഗ്രഹമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെ കണ്ട് പകച്ചു നിൽക്കരുത്, ഭയപ്പെടരുത്. കർത്താവ് പറയുന്നു, അവിടെ നമ്മുടെ കൂടെയുണ്ട്. കൂടെയുള്ളവനെ നമ്മൾ കണ്ടെത്തണം, കർത്താവിനോട് ചേർന്ന് നിൽക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്ന കാര്യം. പ്രിയ സഹോദരങ്ങളെ, ഈ വചനവിരുന്നിൽ ഈശോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മളുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ഞെരുക്കങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, രോഗങ്ങൾ ഒന്നും കർത്താവ് നമ്മുടെ നാശത്തിനു വേണ്ടി ചെയ്തിരിക്കുന്നതല്ല. മറിച്ച് ചിലതൊക്കെ കർത്താവ് അനുവദിച്ചിരിക്കുന്നത് നമ്മളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. തിരിച്ചുവരവിന് വേണ്ടിയുള്ള ഒരു ഉൾവിളിയായിട്ട് വേണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നമ്മൾ കാണാൻ. ഓരോ പ്രതിസന്ധിയുടെ സമയത്തും ഞാൻ എവിടെയാണെന്ന് ഞാൻ ചിന്തിക്കണം. കർത്താവെ, ഞാൻ അങ്ങിൽ നിന്ന് എത്ര ദൂരെയാണ്, അഥവാ അങ്ങയോട് എത്ര അടുത്താണ്. കർത്താവിനോട് അടുക്കും തോറും കർത്താവ് നമ്മളെ കൂടുതൽ കൃപകൾ കൊണ്ട് നിറയ്ക്കും. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. അതുകൊണ്ട് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ സമയത്ത്
ധാരാളമായ ബോധ്യങ്ങൾ കൊണ്ട്, വലിയ പ്രത്യാശ കൊണ്ട് അനുഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാവരങ്ങൾ നമ്മളിലേക്ക് നിറയണം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് ഉത്തമമായ ബോധ്യവും തിരിച്ചറിവും നമുക്കുണ്ടാകണം. ഈശോ നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി കുരിശിൽ സഹിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മുടെ പ്രതിസന്ധികൾ ഒരിക്കലും നമ്മുടെ നാശത്തിന് വേണ്ടിയല്ല, മറിച്ച് അത് നന്മയ്ക്ക് വേണ്ടിയാണ് തിരിച്ചറിവ്. ശിക്ഷണത്തിന് വേണ്ടിയാണ് ഓരോരുത്തരും സഹിക്കേണ്ടതെന്ന് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ മേൽ വന്നു നിറയട്ടെ. സർവശക്തനായ ദൈവമേ, ഈ വചനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പ്രത്യാശയുടെ, കൃപയുടെ, സ്വർഗത്തിൻ്റെ അഭിഷേകത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നല്ലവനായവനെ, അങ്ങ് എത്രയോ വലിയവനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അങ്ങയുടെ സ്വരം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളിൽ ഞങ്ങൾ അങ്ങയിൽ നിന്ന് എത്ര ദൂരെയാണ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങനെ ഒരു തിരിച്ചുവരവ്, യോനാ പ്രവാചകൻ്റെ ജീവിതത്തിലേതുപോലെ ഒരു തിരിച്ചുവരവ് ഞങ്ങൾക്ക് നൽകണമേ. അതുവഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ മഹത്വപ്പെടുവാൻ തക്കവിധം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യുമല്ലോ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.